ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിൽ എക്സസൈസ് പ്രോബ്ലംസ് ആണ്. അപ്പോൾ പാർട്ട് 6 നമ്മൾ 2 പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിന് കണ്ടിന്യൂഷൻ ആയിട്ട് ബാക്കിയുള്ള പ്രോബ്ലംസ് ആണ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഈ ചാപ്റ്റർ നിങ്ങൾ ആദ്യമായിട്ടാണ് പഠിക്കുന്നതെങ്കിൽ ഇതിന് ഇൻട്രൊഡക്ഷൻ ക്ലാസ് പാർട്ട് 1 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അത് കാണുക, അതിനുശേഷം ഈ ഭാഗങ്ങൾ പഠിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ക്ലാസ് എടുക്കുന്നത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണേ. അതോടൊപ്പം ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അടുത്ത റിലേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. റിലേഷൻ ആർ ഈക്വൽ ടു എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് ഈസ് എക്സാക്ട്ലി 7 സെൻറ്റിമീറ്റർ ടോളർ ദാൻ വൈ. ഇവിടുത്തെ റിലേഷൻ തന്നിരിക്കുന്നത് നമ്മൾ സെറ്റ് എ എന്ന് പറയുന്ന ഹ്യൂമൻ ബീയിങ്സിൻ്റെ സെറ്റിൽ നിന്ന് 2 എലമെൻറ്റ്സ് എടുക്കുകയാണ്. 2 ഹ്യൂമൻ ബീയിങ്സിന് എടുക്കുകയാണ് എക്സ് കോമ വൈ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എക്സ് എന്ന് പറയുന്നത് എക്സാക്ട്ലി 7 സെൻറ്റിമീറ്റർ ടോളർ ദാൻ വൈ. നമ്മൾ എടുക്കുന്ന വൈയേക്കാളും 7 സെൻറ്റിമീറ്റർ ഉയരം കൂടുതലായിരിക്കണം എക്സിന്. അപ്പോൾ ഈ റിലേഷൻ എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത്? ഫസ്റ്റ് ഇത് റിഫ്ലെക്സീവ് ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മൾ എടുക്കുകയാണ് എക്സ് കോമ എക്സ് ഈസ് ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ അല്ലേ. കാരണം അതായത് ഇപ്പോൾ നിങ്ങൾ 2 വ്യക്തികളെയാണ് എടുക്കുന്നതെങ്കിൽ, 2 ഹ്യൂമൻ ബീയിങ്സിനെയാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് പറയാം ഒരാൾ രണ്ടാമത്തെ ആളെക്കാളും ഉയരം കൂടുതലാണ്, 7 സെൻറ്റിമീറ്റർ ടോളറാണ്. പക്ഷേ ഇവിടെ എക്സ് കോമ എക്സ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഒരാളെ തന്നെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടതുപോലെ അതല്ല, അല്ലെങ്കിൽ ഒരാളെ തന്നെ എടുക്കുന്ന സമയത്ത് നമ്മൾ 7 സെൻറ്റിമീറ്റർ ടോളറാണ്, അങ്ങനെയൊന്നും റിലേഷൻ. സോ അതുകൊണ്ട് ഈ റിലേഷൻ ഇവിടെ പോസിബിൾ അല്ല. നൗ എക്സ് കോമ എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ. കാരണം എന്താ? സിൻസ് ഹ്യൂമൻ ബീയിങ് എക്സ് കനോട്ട് ബി ടോളർ ദാൻ ഹിംസെൽഫ്, ദെയർഫോർ ആർ ഈസ് നോട്ട് റിഫ്ലെക്സീവ്. ഇനി അടുത്തത് ഇത് സിമെട്രിക് ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. നൗ ലെറ്റ് എക്സ് കോമ വൈ ഇസ് ആൻ എലമെൻറ്റ് ഓഫ് ആർ. എക്സ് വൈ എന്ന് പറയുന്നത് റിലേഷൻ ആറിലുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? ദിസ് സിംപ്ലൈസ് ദാറ്റ് എക്സ് ഈസ് എക്സാക്ട്ലി 7 സെൻറ്റിമീറ്റർ ടോളർ ദാൻ വൈ അല്ലേ. എക്സ് എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ ടോളർ ദാൻ വൈ, വൈയേക്കാളും 7 സെൻറ്റിമീറ്റർ കൂടുതലാണ് എക്സിന്. ദെൻ വൈ ഈസ് നോട്ട് ടോളർ ദാൻ എക്സ് അല്ലേ. അതായത് എക്സ് ആണ് 7 സെൻറ്റിമീറ്റർ ടോളർ. അപ്പോൾ തിരിച്ച് നമ്മൾ റിലേഷൻ എടുത്തു കഴിഞ്ഞാൽ വൈ കൂടുതലാവാൻ ചാൻസസ് ഉണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് വൈ കോമ എക്സ് എന്ന് പറയുന്ന റിലേഷൻ ആറിലില്ല. വൈയുടെ ഹൈറ്റ് എക്സിനേക്കാളും 7 സെൻറ്റിമീറ്റർ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തിരിച്ചുള്ള റിലേഷൻ അവിടെ പോസിബിൾ അല്ല. ഇൻഡീഡ് ഇഫ് എക്സ് ഈസ് എക്സാക്ട്ലി 7 സെൻറ്റിമീറ്റർ ടോളർ ദാൻ വൈ, then y is exactly 7 centimeter shorter than x, therefore r is not symmetric. Symmetric relation ആവണമെങ്കിൽ എന്താണ് കണ്ടീഷൻ വരുന്നത്? എ ബി ഇസ് ആൻ എലമെൻറ്റ് ഓഫ് ആർ ആയിരിക്കണം, ബി എയും എലമെൻറ്റ് ഓഫ് ആർ ആയിരിക്കണം. ഇവിടെ ആ ഒരു റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, അതുകൊണ്ട് റിലേഷൻ ഈസ് നോട്ട് സിമെട്രിക്. ഇനി അടുത്തത് ഇതെങ്ങനെയാണ് ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി ആവുന്നത് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ലെറ്റ് എക്സ് കോമ വൈ ആൻഡ് വൈ കോമ ഇസഡ് ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ആർ. അപ്പോൾ ഇത് രണ്ടും റിലേഷൻ ആറിലുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ എക്സ് ഈസ് എക്സാക്ട്ലി 7 സെൻറ്റിമീറ്റർ ടോളർ ദാൻ വൈ ആൻഡ് വൈ ഈസ് എക്സാക്ട്ലി 7 സെൻറ്റിമീറ്റർ ടോളർ ദാൻ ഇസഡ് ആണല്ലോ. ഈ പ്രോപ്പർട്ടി റിലേഷൻ അനുസരിച്ച് എക്സ് എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ ടോളർ ദാൻ വൈ ആണ്, അതുപോലെ വൈ എന്ന് പറയുന്നത് എക്സാക്ട്ലി 7 സെൻറ്റിമീറ്റർ ടോളർ ദാൻ ഇസഡ് ആണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ എക്സ് ഈസ് എക്സാക്ട്ലി 14 സെൻറ്റിമീറ്റർ ടോളർ ദാൻ ഇസഡ് അല്ലേ. എക്സും ഇസഡും തമ്മിലുള്ള റിലേഷൻ നോക്കുന്ന സമയത്ത് എക്സിനായിരിക്കും ഏറ്റവും കൂടുതൽ ഹൈറ്റ്. അപ്പോൾ എക്സ് ഈസ് എക്സാക്ട്ലി 14 സെൻറ്റിമീറ്റർ ടോളർ ദാൻ ഇസഡ് എന്ന് പറയുന്ന റിലേഷനാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എക്സ് ഇസഡ് എന്ന് പറയുന്നത് റിലേഷൻ ആറിലില്ല. ദെയർഫോർ ആർ ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. മനസ്സിലായല്ലോ? ദെയർഫോർ നമ്മൾ എന്താ പ്രൂവ് ചെയ്തത്? ഈ റിലേഷൻ റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക്കും അല്ല, ട്രാൻസിറ്റീവ് അല്ല. ഹെൻസ് ആർ ഈസ് നെയ്തർ റിഫ്ലെക്സീവ് നോർ സിമെട്രിക് നോർ ട്രാൻസിറ്റീവ്. റിലേഷൻ ആർ ഈക്വൽ ടു എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് ഈസ് ദ വൈഫ് ഓഫ് വൈ. ഇവിടെ റിലേഷൻ ആറ് നമുക്ക് തന്നിരിക്കുന്നത് എക്സ് വൈ എടുത്തു കഴിഞ്ഞാൽ എക്സ് എന്ന് പറയുന്നത് വൈയുടെ വൈഫാണെന്നാണ് റിലേഷൻ തന്നിരിക്കുന്നത്. എക്സ് ഈസ് ദ വൈഫ് ഓഫ് വൈ. സോ നേരത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ നമ്മൾ എക്സ് എക്സ് എന്ന് പറയുന്ന ഒരു കോമ്പിനേഷനാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കറിയാം എക്സ് എസ് എന്ന് പറയുന്നത് സെയിം ഒരാളെ തന്നെയാണ് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത്. കാരണം സെറ്റ് എ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ആണ്. ഒരാളുടെ തന്നെ വൈഫാവാൻ ചാൻസ് ഉണ്ടോ? ഇല്ല. 2 പേരെടുത്തു കഴിഞ്ഞാലല്ലേ നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂ ഇന്ന ആളുടെ വൈഫാണ് എന്ന് പറയാനുള്ള റിലേഷൻ പോസിബിൾ ആവൂ. എക്സ് എക്സ് എന്ന് പറയുന്നത് ഒരാൾ തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള റിലേഷൻ നമുക്ക് ഇവിടെ പറയാൻ കഴിയും? ഇല്ല. സിൻസ് എക്സ് കനോട്ട് ബി വൈഫ് ഓഫ് ഹെർസെൽഫ്, ദെയർഫോർ ആർ ഈസ് നോട്ട് റിഫ്ലെക്സീവ്. ഇനി അടുത്തത് സിമെട്രിക് ആണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. സിമെട്രിക് ആണെന്ന് എങ്ങനെ ചെക്ക് ചെയ്യുന്നത്? എക്സ് വൈ എന്ന് പറയുന്നത് റിലേഷൻ ആറിലുണ്ടോ എന്ന് നോക്കുന്നു. എക്സ് വൈ എന്ന് പറയുന്ന റിലേഷൻ ആറിലുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സ് ഈസ് ദ വൈഫ് ഓഫ് വൈ.
തിരിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം എക്സ് എന്ന് പറയുന്നതാണ് ഇവിടെ വൈയുടെ വൈഫ്. തിരിച്ചെടുത്തു കഴിഞ്ഞാൽ വൈ ഈസ് ദ വൈഫ് ഓഫ് എക്സ് നമുക്ക് പറയാൻ പറ്റില്ല. ഒരാളുടെ വൈഫ് എന്ന് പറയുന്നത് എക്സ് വൈഫാണെങ്കിൽ തിരിച്ച് റിലേഷൻ എടുക്കുമ്പോഴും എക്സ് വൈഫ് തന്നെയാണ്. അപ്പോൾ വൈ എക്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ പ്രോപ്പർട്ടി അനുസരിച്ച് വൈ ഈസ് ദി വൈഫ് ഓഫ് എക്സ് എന്ന് പറയാൻ പറ്റില്ല. കാരണം വൈ എക്സ് എന്ന് പറയുന്നത് റിലേഷൻ ആറിലില്ല. ക്ലിയർലി വൈ ഈസ് നോട്ട് ദ വൈഫ് ഓഫ് എക്സ്, therefore വൈ എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ, therefore ആർ ഈസ് നോട്ട് സിമ്മട്രിക്. മനസ്സിലായല്ലോ? ഇത് നമ്മുടെ ലോജിക് കൊണ്ട് ആലോചിച്ച് ചെയ്താവുന്ന പ്രോബ്ലംസ് ആണ്. ഈസി അല്ലേ? ഇനി അടുത്തത് ട്രാൻസിറ്റീവ് ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ട്രാൻസിറ്റീവ് ആണോ നോക്കാൻ ഇവിടെ നമ്മൾ 3 എലമെൻറ്റ്സ് ആണ് എടുക്കുന്നത്, എക്സ് വൈ സെറ്റ്. സോ എക്സ് കോമ വൈ സെറ്റ് ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ആർ. ഇത് രണ്ടും റിലേഷൻ ആറിലുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എക്സ് വൈ റിലേഷൻ ആറിലുണ്ടെങ്കിൽ നമുക്കറിയാം എക്സ് ഈസ് ദ വൈഫ് ഓഫ് വൈ. അതുപോലെ വൈ ഇസെറ്റ് റിലേഷൻ ആറിലുണ്ടെങ്കിൽ വൈ ഈസ് ദി വൈഫ് ഓഫ് ഇസെറ്റ് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ഒരു കേസ് ഇവിടെ പോസിബിൾ ആണോ? ഒരിക്കലും അല്ല. കാരണം എക്സ് വൈയുടെ വൈഫാണ്, വൈ ഇസെറ്റിൻ്റെ വൈഫാണ്. അങ്ങനെ റിലേഷൻ വരാൻ ചാൻസ് ഉണ്ടോ? കാരണം ഒരു സെറ്റ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ആണ് എടുക്കുന്നത്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരാളുടെ വൈഫാണ്, അപ്പോൾ വൈ എന്ന് പറയുന്ന മറ്റൊരാളുടെ വൈഫാണ്. അങ്ങനെ ഒരു റിലേഷൻ നമുക്ക് ഹ്യൂമൻ ബീയിങ്സിൻ്റെ കേസിൽ പറയാൻ സാധിക്കും? ഒരിക്കലുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു റിലേഷൻ അവിടെ പോസിബിൾ അല്ല. അതുകൊണ്ട് എക്സ് ഇസെറ്റ് എന്ന് പറയുന്ന റിലേഷൻ അവിടെ വരത്തില്ല. എക്സ് ഇസെറ്റ് എന്ന് പറയുന്നത് റിലേഷൻ ഇല്ലാത്തത് കൊണ്ട് therefore the relation R is not transitive. റിലേഷൻ R എന്ന് പറയുന്നത് ഒരു ട്രാൻസിറ്റീവ് റിലേഷൻ അല്ല. ഹെൻസ് R is neither reflexive nor symmetric and nor transitive. ഇനി ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ പ്രോബ്ലം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റിലേഷൻ R ഈക്വൽ ടു എക്സ് കോമ വൈ സച്ച് ദാറ്റ് എക്സ് ഈസ് ഫാദർ ഓഫ് വൈ. ഇവിടെ എക്സ് റിലേഷൻ നമുക്ക് തന്നിരിക്കുന്നത് എന്താ? എക്സ് എന്ന് പറയുന്നത് വൈയുടെ ഫാദർ ആണ്. സോ ഇത് റിഫ്ലെക്സീവ് ആണോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? നേരത്തെ കണ്ടതുപോലെ തന്നെ എക്സ് കോമ എക്സ് എന്ന് പറയുന്നത് റിലേഷൻ ആറിലുണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സോ നമുക്കറിയാം എക്സ് കോമ എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ ആണ് അല്ലേ? ഒരാളെ തന്നെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എക്സ് cannot be father of himself, therefore R is not reflexive. ഇനി അടുത്തത് സിമെട്രിക് ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ് വൈ എന്ന് പറയുന്ന റിലേഷൻ ആറിലുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താ? എക്സ് ഈസ് ദി ഫാദർ ഓഫ് വൈ. എക്സ് എന്ന് പറയുന്നത് വൈയുടെ ഫാദർ ആണ്. തിരിച്ചെടുത്തു കഴിഞ്ഞാൽ വൈ cannot be father of എക്സ് അല്ലേ? കാരണം എക്സ് വൈയിലെ എക്സ് ആണ് വൈയുടെ ഫാദർ. വൈ എക്സ് എടുത്തു കഴിഞ്ഞാൽ ഈ റിലേഷൻ പ്രകാരം നമുക്ക് വൈ ഫാദർ ആണ് എക്സിൻ്റെ എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് therefore വൈ എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ, therefore ആർ ഈസ് നോട്ട് സിമെട്രിക്. അപ്പോൾ അതുകൊണ്ട് ആർ സിമെട്രിക് അല്ല. നമുക്കറിയാം ഒരു റിലേഷൻ സിമെട്രിക് ആവണമെങ്കിൽ എ ബി ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ആർ ആവണം, അതുപോലെ ബി എ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ആർ ആവണം. ഇവിടെ എക്സ് വൈ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ആർ ആണ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വൈ കോമ എക്സ് ആറിലില്ല, റിലേഷൻ ആറിലില്ല. അതുകൊണ്ട് റിലേഷൻ ആർ എന്ന് പറയുന്നത് സിമെട്രിക് റിലേഷൻ അല്ല. ഇനി അടുത്തത് ഇതെങ്ങനെയാണ് ട്രാൻസിറ്റീവ് ആണ് എന്നതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതായത് ഇവിടെ എക്സ് വൈ കോമ ഇസെറ്റ് എലമെൻറ്റ് ഓഫ് ആർ ആണെന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം എക്സ് വൈ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ആർ ആണെങ്കിൽ എക്സ് ഈസ് ദി ഫാദർ ഓഫ് വൈ. വൈ ഇസെറ്റ് ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ആർ ആണെന്ന് എടുത്തു കഴിഞ്ഞാൽ വൈ ഈസ് ദി ഫാദർ ഓഫ് ഇസെറ്റ് അല്ലേ? ഇവിടെ ഞാൻ എഴുതാൻ വിട്ടുപോയതാ, വൈ ഈസ് ദി ഫാദർ ഓഫ് ഇസെറ്റ്. അപ്പോൾ നമുക്കറിയാം എക്സ് ഈസ് നോട്ട് ദി ഫാദർ ഓഫ് ഇസെറ്റ്. എക്സ് എന്ന് പറയുന്നത് എക്സ് ഇസെറ്റ് എടുത്തു കഴിഞ്ഞാൽ എക്സ് ഇസെറ്റിൻ്റെ ഫാദർ ആണെന്ന് പറയാൻ കഴിയുമോ? കാരണം ഇവിടെ എക്സ് എന്ന് പറയുന്നത് വൈയുടെ ഫാദറാണ്, വൈ എന്ന് പറയുന്നത് ഇസെറ്റിൻ്റെ ഫാദറാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ എക്സും ഇസെറ്റും തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും? ഇസെറ്റിൻ്റെ ഗ്രാൻഡ് ഫാദർ ആയിരിക്കണം എന്ത്? എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് ഇസെറ്റ് എടുത്തു കഴിയുമ്പോൾ എക്സ് ഈസ് ദി ഫാദർ ഓഫ് ഇസെറ്റ് എന്ന് പറയുന്ന റിലേഷൻ ആറിലില്ല. കാരണം ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഗ്രാൻഡ് ഫാദർ ഓഫ് ഇസെറ്റ്. ഇൻഡീഡ് എക്സ് ഈസ് ദി ഗ്രാൻഡ് ഫാദർ ഓഫ് ഇസെറ്റ്. എക്സ് കോമ ഇസെറ്റ് ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ, therefore ആർ ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തു റിലേഷൻ ആർ എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക് അല്ല, അതുപോലെ തന്നെ ട്രാൻസിറ്റീവും അല്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെടുത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണേ. അതോടൊപ്പം ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.